ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നോക്കാനൊന്ന് കിടക്കാത്ത ടോപ്പിക്കാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫ്രീ ഫയർ ലോബി എഡിറ്റ്. ഓക്കെ, സോ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതുവരെ ഞാൻ ആ സംഭവം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പേഴ്സണലി അറിയാത്തതുകൊണ്ടാണ്. കാരണം അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ മോഷൻ വെച്ചിട്ടാണ് മിക്കതും ആ സംഭവം ചെയ്യുന്നത്. സോ ഓൺലൈൻ മോഷൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ മെയിൻലി അങ്ങനെ ഓൺലൈൻ മോഷൻ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നില്ല, കൈൻമാസ്റ്ററാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതറിയാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് കാണാൻ ചെയ്യാമെന്ന്. ഓക്കെ, പക്ഷേ ഇപ്പം നമുക്കൊരു കറക്റ്റായിട്ട് അത് ചെയ്യുന്നൊരു പയ്യനെ കിട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞൊരു കൊളാബ് വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ആ സംഭവം കാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഫുൾ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ കാര്യം ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം കാര്യം, അതായത് ആ ഒരു ഫ്രീ ഫയർ ലോബി എഡിറ്റ് കാര്യം നിങ്ങൾക്ക് പക്കയായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം ഞാൻ ഉറപ്പ് തരാണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. അതായത് ഒറ്റ പാർട്ടിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. സോ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആൻഡ് ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, സോ 2 പാർട്ടിലും നമ്മൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാണ്ട് പോകുന്നത്. സോ ഒറ്റ പാർട്ടാണെങ്കിൽ നല്ല രീതിക്ക് ലെങ്ത്തായി പോകും, നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ പാർട്ടായിട്ട് വീഡിയോസ് കാര്യം ചെയ്യാത്തത്. ഓക്കെ, സോ നിങ്ങളിത് ട്രൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 പാർട്ടും വന്നതിന് ശേഷം മാത്രം ട്രൈ ചെയ്താൽ മതി. കാരണം ഇതിപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പകുതി കഴിച്ച് നിങ്ങളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ആൻഡ് വീഡിയോ നാളെ വരില്ല, മറ്റന്നാളായിരിക്കും വീഡിയോസ് കാര്യം വരുന്നത്. സോ അത്ര നേരം നിങ്ങൾ ആ സംഭവം വർക്ക് കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് പറഞ്ഞത് 2 പാർട്ടും വന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. സോ കിഡിലായിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ ഈ ഒരു വീഡിയോ കൊളാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻക്സിൽ GFX എന്ന് പറയുന്ന GFX അല്ല VFX എന്ന് പറയുന്നൊരു പയ്യനായിട്ടാണ്. സോ നല്ല രീതിയിൽ സ്കിൽഡായിട്ട് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്ന ഒരു പയ്യനാണ്. ഓക്കെ, സോ താല്പര്യമാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇൻസ്റ്റാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പോയി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലെ പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റ ID കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇൻസ്റ്റ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. സോ ഗൈസ്, അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ BSE എന്ന് പറയുന്ന ആപ്പാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നുണ്ടാവും. സോ ഇതിന് മോഡിഫിക്ക് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആപ്പ് എന്ന് പറഞ്ഞാൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഓപ്പൺ ചെയ്യാം. സോ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാര്യമായിട്ട് കാണാൻ പറ്റുന്നത്. സോ ഇതിനകത്ത് നിങ്ങളിവിടെ താഴെ നിങ്ങൾക്ക് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യം കാണാൻ പറ്റും. ഓക്കെ, സോ അവിടെ ഒരു പ്ലസ് ഐക്കണിൽ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യം കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് അതിനകത്ത് വീഡിയോസ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ഏത് വീഡിയോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു വീഡിയോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ കാര്യം ഇങ്ങോട്ടേക്ക് എടുത്ത് കൊടുക്കുക. ഓക്കെ, സോ ഇതിനകത്ത് ചെറിയ ഫ്ലിക്കറിങ് കാര്യങ്ങൾ കാണാൻ പറ്റും. സോ അത് പുള്ളിക്കാരൻ റെക്കോർഡ് ചെയ്തപ്പോൾ പറ്റി എന്തെങ്കിലും തോന്നുന്നുണ്ട്. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. സോ ഇതിനകത്ത് സ്പീഡ് കാണാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളത്. സോ അത് ഏറ്റവും കുറച്ചിട്ട്, അതായത് സ്മൂത്ത് എന്ന് പറയുന്ന ആ ഒരു രീതിയിലോട്ട് കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സ്മൂത്തായിട്ട് കിട്ടും. ഓക്കെ, സോ അതായത് നമ്മൾ PC-യിൽ എങ്ങനെയാണ് സ്ലോ മോഷൻ ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തന്നെ ഇതിനകത്ത് സ്ലോ മോഷൻ കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ അത് സ്ലോ മോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്പ് കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് സ്മൂത്തിലോട്ട് സെറ്റാക്കി വെക്കാൻ, അത് സെറ്റാക്കിയതിന് ശേഷം ആ ഒരു ടിക്ക് മാർക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എഫക്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത് എഫക്റ്റ് കാര്യങ്ങൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പ്ലേ ചെയ്യുന്ന ആ ഒരു വീഡിയോക്ക് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പം 0.44 ഇട്ട് നോക്കുകയാണ്. സോ നിങ്ങൾ വെച്ച് ഇങ്ങനെ ഇട്ട് മാറ്റി നോക്കുക. ഓക്കെ, സോ അതായത് ദിവസം ചേഞ്ച് ചെയ്ത് നോക്കുക, വാല്യൂസ് കാര്യങ്ങൾ മാറ്റി നോക്കുക. എന്നാൽ മാത്രമാണ് നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് അനുസരിച്ച് എത്ര സ്മൂത്തായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു സംഭവം കാര്യം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. സോ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ആൻഡ് അത് നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ കാരണം നമ്മൾ ടൈം എടുത്ത് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ആ ഒരു വീഡിയോ കാര്യങ്ങൾ പക്കയായിട്ട് വരുള്ളൂ. സോ ഈ ഒരു ആപ്പ് കാര്യങ്ങൾ നമ്മുടെ വേറെ ഒരുപാട് ആപ്പ് ഉണ്ട് നമുക്ക് ഈ ഒരു സ്ലോ മോഷൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. സോ അത് നമ്മൾ ചെയ്യുന്നില്ല. സോ ഇവിടെ നിങ്ങൾക്ക് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യം കാണാൻ പറ്റും. സോ അത് ഓണാക്കി ഇട്ട് വേണ്ട. അതിന് ശേഷം ഇവിടെ താഴെ സേവ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ക്യാൻസർ റെൻഡറിംഗ് എന്നൊക്കെ കാണിക്കുന്നുണ്ടാവും. അതായത് ഈ ഒരു വീഡിയോ റെൻഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ കുറച്ച് നേരം ഫോൺ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാണ്ട് പോകാവുന്നതാണ്. ഓക്കെ, സോ ഇത് കുറച്ച് ടൈം എടുക്കും, ഒരു 5 മിനിറ്റ് എടുത്ത് ഈ ഒരു സംഭവം കാര്യം എടുക്കും. സോ അത് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിക്ക് ചെയ്തു തരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ കിഡുമായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു പയ്യനാണ്. സോ അതായത് പുള്ളിക്കാരൻ ചെയ്യുന്നതിൽ ഓൾമോസ്റ്റ് മിക്കതും ഓൺലൈൻ മോഷനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ കിഡുമായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റ ID നോക്കി കഴിഞ്ഞാൽ അറിയാം. സോ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം എങ്ങനെ എത്ര നല്ല രീതിക്കാണ് പുള്ളി എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ
താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അത്രയ്ക്കാണ് പറയാനുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു റെൻഡറിങ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. സോ ഈ റെൻഡറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഉപയോഗം പിന്നെ ഇല്ല. ഓക്കെ, സോ അതിനുശേഷം ഈ ഒരു ആപ്പ് കാര്യങ്ങൾ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം ഈ ഒരു ആപ്പ് കാര്യങ്ങൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ മോഷൻ ആപ്പിക്കാണ് പിന്നീട് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ നമ്മൾ ഓൺലൈൻ മോഷൻ കാര്യങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ അതിന് മുമ്പ് സൈഡിൽ നിങ്ങൾക്ക് ഈ ഒരു ലോ ക്വാളിറ്റി പ്രിവ്യൂ കാര്യങ്ങൾ കാണാൻ പറ്റും. സോ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓണാക്കി ഇടാവുന്നതാണ്. സോ ലോ എൻഡ് ഡിവൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലോ ക്വാളിറ്റി പ്രിവ്യൂ കാര്യങ്ങൾ ഓണാക്കി ഇടാം. സോ ഇവിടെ ചെറിയൊരു ഫ്ലിക്കറിങ് കാര്യം കാണാൻ പറ്റുന്നുണ്ട്. സോ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, സോ പുള്ളി റെക്കോർഡ് ചെയ്ത് തന്ന വീഡിയോയിൽ ഇങ്ങനെ തന്നെയായിരുന്നു. സോ ഇവിടെ FPS എന്ന് പറയുന്നത് 60 FPS ഇടുക ആൻഡ് റെസൊല്യൂഷൻ 1080p ഇടുക. സോ അതായത് 1080p/60 FPSലാണ് നമ്മൾ വീഡിയോസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അതിനുശേഷം നമ്മുടെ ഓൺലൈൻ മോഷൻ്റെ നോർമൽ ഇൻ്റർഫേസ് കാര്യം ഇങ്ങനെ വരും. സോ അത് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ വീഡിയോ കാര്യങ്ങൾ നമ്മൾ നേരത്തെ നമ്മുടെ VSU ആപ്പിൽ എഡിറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക ആൻഡ് അത് ജസ്റ്റ് കറക്റ്റായിട്ട് ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ് അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കാര്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാര്യം കാണാൻ പറ്റും. ഓക്കെ, സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് നമുക്കിതൊന്ന് സൂം ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം കാര്യം ചെയ്യുന്നത്. സോ ഈ ഒരു കേഴ്സർ കാര്യങ്ങൾ ജസ്റ്റ് ചെയ്യുന്ന പോലെ അതായത് വീഡിയോയിൽ ചെയ്യുന്ന പോലെ പക്കയായിട്ട് ചെയ്യുക. ആൻഡ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഞാനല്ല. സോ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മിസ്റ്റേക്സ് കാര്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കേഴ്സർ കാര്യങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റില്ല. ഓക്കെ, സോ അതായത് റെക്കോർഡ് ചെയ്തപ്പോൾ കേഴ്സർ കാര്യം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഭാഗം അതായത് നമുക്ക് വേണ്ടാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. സോ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ആക്കിയിട്ടുണ്ട്. സോ ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത്. ഓക്കെ, സോ അതായത് ഇമോട്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം തൊട്ടാണ് നമ്മുടെ സ്റ്റാർട്ടിങ് കാര്യം വരുന്നത്. സോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ് സംഭവം കറക്റ്റ് അല്ലേ എന്നുള്ള പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, സോ ഗൈസ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് സൂം ചെയ്യുന്ന എഫക്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യണം. സോ നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു പേഴ്സൺ ഇമോട്ട് ഇടുന്ന ആ ഒരു ഭാഗം വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് അവിടെയാണ് സൂം എഫക്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത്. സോ അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക ആൻഡ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, സോ ആ ഒരു പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുക. ആൻഡ് നമ്മൾ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ അവിടെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. സോ ആ ഒരു ഭാഗം ബാക്കിയുള്ളത് നമ്മൾ ഫുള്ളും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ കുറച്ച് മാറ്റങ്ങൾ കാര്യം വരുത്തണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ഒരു കീ ഫ്രെയിം കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം നമുക്ക് ഇതിനകത്തൊന്ന് സൂം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് എവിടെ വെച്ചാണോ സൂം ചെയ്യേണ്ടത് അതായത് എവിടം വരെയാണോ നമുക്ക് സൂം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ അവിടെ ഒരു കീ ഫ്രെയിം കാര്യം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ അതിനെ എത്ര ക്ലിയർ ആയിട്ടാണ് ആ ഒരു ഭാഗം കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. സോ ആ ഒരു രീതിക്ക് പക്കയായിട്ട് കണ്ടുപിടിക്കുക ആൻഡ് അവിടെ കീ ഫ്രെയിം കാര്യം ആഡ് ചെയ്ത് കൊടുക്കുക. സോ അതിന് ശേഷം ഉള്ള ഭാഗങ്ങൾ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടാവും. സോ ഇത്രയാണ് പുള്ളിക്കാരൻ എനിക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഗൈസ് അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ എടുക്കാൻ അതുപോലെ തന്നെ ഈ ഒരു സെയിം അളവ് കാര്യങ്ങൾ എടുക്കുക. ഓക്കെ, സോ അതായത് സെയിം ഈ ഒരു കാണുന്ന നമ്പേഴ്സ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാന്ന് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതായത് ഈ വീഡിയോയിലെ പോലെ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ. സോ അതല്ലാതെ നിങ്ങൾ മാറ്റി ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു രീതിക്ക് വരും. പക്ഷേ വീഡിയോയിൽ ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ ഈ ഒരു ടിൽറ്റ് ഓപ്ഷൻ കാര്യങ്ങൾ എടുത്തതിന് ശേഷം ഇത് 50 ഇടുക. ആൻഡ് 50 ഇട്ടതിന് ശേഷം നമ്മുടെ അടുത്ത ഓപ്ഷൻ. ഓക്കെ, സോ അടുത്ത ഓപ്ഷൻ കാര്യങ്ങൾ സെലക്ട് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഈ ഒരു രീതിക്ക് ചെയ്യുന്ന പോലെ. ഓക്കെ, സോ ഈ ഒരു ട്രിഗർ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ആ ഒരു ലൈൻ കാര്യം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് കാര്യം കാണാം. അതായത് നമ്മൾ നമ്മുടെ കൈൻമാസ്റ്ററിൽ ആനിമേഷൻ ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു സംഭവം കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ ജസ്റ്റ് അതുപോലെ ആക്കി വെക്കാൻ അതുപോലെ ആക്കി വെച്ചതിന് ശേഷം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങൾ അങ്ങനെ ഒരു പ്രിവ്യൂ ആയിരിക്കും വരുന്നുണ്ടാവും. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാര്യങ്ങൾ പക്കയായിട്ട് കിട്ടും. സോ ചെറിയ ചേഞ്ചസ് അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് കാര്യങ്ങളില്ല. സോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഫുള്ള് മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണ്. സോ നിങ്ങളുടെ ക്ലിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ക്ലിപ്പ് എങ്ങനെയാണോ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് അടുത്ത എഫക്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നമ്മളൊരു അവിടെ ഒരു ഫ്രെയിം കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു ഫ്രെയിമിൽ നമ്മൾ കുറച്ചും കൂടെ നീക്കിയതിന് ശേഷം അതായത് കറക്റ്റ് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത ഫ്രെയിമും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ 2 ഫ്രെയിം ആയിട്ടുണ്ട്. സോ അവിടെയാണ് നമ്മൾ എഫക്ട്സ് കാര്യം കൊടുക്കുന്നത്. സോ അതായത് ഫസ്റ്റത്തെ എഫക്റ്റ് കാര്യം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം രണ്ടാമത്തെ എഫക്റ്റാണ് നമ്മളിപ്പം കൊടുക്കാണ്ട് പോകുന്നത്. സോ ഫ്രെയിം ആഡ് ചെയ്തു. സോ അതിനുശേഷം നമ്മുടെ ഈ ഒരു ഓപ്ഷൻസ് കാര്യങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 10-12 ആ ഒരു റേഞ്ചിലൊക്കെ വെക്കാവുന്നതാണ്. ഓക്കെ, സോ അതിനുശേഷം അതിൻ്റെ താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഈ ഒരു രീതിക്ക് സൂം ചെയ്ത് കൊടുക്കുക, സൂം ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു സംഭവം കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി ഇത് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കണം. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു രീതിക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫേസ് എവിടെയാണോ വരുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. സോ അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വെച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ജസ്റ്റ് ഇപ്പം ഇങ്ങനെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ ജസ്റ്റ് ഈ ഒരു രീതിക്കുള്ള പ്രിവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആ ഒരു ഫേസിൻ്റെ അവിടെ ഒന്ന് സൂമായി. സോ അടുത്തത് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കണം. അതായത് ഓരോ ക്യാരക്ടേഴ്സും സെയിം രീതിക്ക് നമ്മൾ ചെയ്തെടുക്കണം.
സോ ഇത് മാറ്റാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് നീക്കാവുന്നതാണ്. ഓക്കെ, സോ ഓരോ പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ നോക്കി നോക്കുക, അതായത് പ്രിവ്യൂ ഒന്ന് സൂം ചെയ്ത് നോക്കി നോക്കുക, കാരണം എന്നാൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് വരാൻ ചാൻസ് ഉള്ളൂ. സോ ഇപ്പോൾ നമ്മൾ അതായത് നമ്മുടെ ഫസ്റ്റ് ആയിട്ടും നമ്മുടെ രണ്ടാമത്തെ ആ ഒരു ക്യാരക്ടർ ആ ഒരു രീതിക്ക്, അതായത് ആ ഒരു ക്യാരക്ടറിൻ്റെ പകുതി വരുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. സോ ഈ രീതിക്ക് ആക്കി കൊടുക്കുക. സോ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് മാത്രമായിട്ട് ഫോക്കസ് ആയി വന്നിട്ടുണ്ട്. സോ ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു സംഭവം കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ അത് കറക്റ്റായിട്ട് കൊടുക്കുക. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്ന് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു പൊസിഷൻസ് കാര്യങ്ങളിൽ മാറ്റം വരുത്താവുന്നതാണ്. സോ ജസ്റ്റ് ഇവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് എവിടേക്കാണ് മൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ കാര്യങ്ങൾ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് കിട്ടുന്നുണ്ടാവും. സോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പൊസിഷൻ കാര്യങ്ങൾ മാറ്റാവുന്നതാണ്. ഓക്കെ, സോ പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു ക്യാരക്ടർ തന്നെ എടുക്കണം എന്നില്ല, അതായത് ഫസ്റ്റ് നമ്മുടെ ലോബിയുടെ സെൻറ്ററിൽ നിൽക്കുന്ന ആളെ തന്നെ എടുക്കണം എന്നില്ല. സോ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ നമ്മളിപ്പം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലാണ്. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. സോ ഇഷ്ടപ്പെട്ട രീതിക്ക് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈൻമാസ്റ്ററിൽ നമ്മുടെ ഓൺലൈൻ മോഷൻ മോഡ് ചെയ്യിപ്പിക്കുക യൂസ് ചെയ്യായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞാൽ, കാരണം അതിനകത്ത് വാട്ടർമാർക്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല. എൻ്റെ അതുപോലെ തന്നെ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. സോ ഓൺലൈൻ മോഷൻ മോഡ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ആൻഡ് ഗൂഗിളിൽ പോയതിന് ശേഷം നിങ്ങൾ ഈ ഒരു മോഡിന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ഇപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ അടിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾ ടെക്സ്റ്റ് കാര്യങ്ങൾ അടിച്ച് കൊടുക്കുക, നിങ്ങളുടെ ഫോണ്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. സോ കളർ കാര്യങ്ങൾ നിങ്ങളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പേര് കാര്യങ്ങൾ ഇവിടെ അടിച്ച് കൊടുക്കുക. ഓക്കെ, സോ അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രീൻ കളറിലൊരു ഇത് കാണാൻ പറ്റും. സോ അവിടെയാണ് നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങൾ വരുന്നത്. സോ അതിൻ്റെ സൈസ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു രീതിക്ക് റീസൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, സോ നമ്മളത് റീസൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പം ഞാനീ പറയുന്നത് ഫാസ്റ്റായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് അതിന് ശേഷം, അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ കാണുമ്പോൾ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് അതിന് ശേഷം പ്ലേ ബാക്ക് സ്പീഡ് കാര്യങ്ങൾ കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, സോ 0.75 ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കുറച്ചും കൂടെ സ്ലോ ആവും. സോ അത് നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. സോ ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. സോ സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ എന്തായാലും അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ എന്തായാലും അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. സോ രണ്ടും കൂടെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളിൽ ഈ ഒരു സംഭവം കാര്യം ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഓരോ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് ചെയ്യാവുന്നതാണ്. സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു രീതിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫോണ്ട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ആ ഒരു സംഭവമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്. ഓക്കെ, സോ ടെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ ഒന്ന് വലുതാക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് കാര്യം കാണാൻ പറ്റും. സോ വൈറ്റ് എന്നാണ് ടെക്സ്റ്റ് എഴുതിയിട്ടുള്ളത്. സോ ആ ടെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ റീസൈസ് ചെയ്ത പോലെ തന്നെ കുറച്ചൊന്ന് റീസൈസ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ ബ്ലാങ്ക് സ്പേസ് കാര്യങ്ങൾ വരുന്നത്. സോ ആ ഒരു സ്പേസിലാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ ആഡ് ആക്കേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മളത് കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഈ ഒരു കറക്റ്റായിട്ടുള്ള രീതിക്ക് തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമ്മളിവിടെ ഷാഡോ കാര്യങ്ങൾ ഓൺ ആക്കിയിട്ടുണ്ട്. സോ അതിനുശേഷം സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. 29 ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൽഫ 71% ആക്കി കൊടുക്കുക. സോ പൊസിഷൻ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു രീതിക്ക് തന്നെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. ആൻഡ് ഈ ഒരു വാല്യൂസ്, ഓക്കെ, സോ വീഡിയോയിൽ കാണുന്ന വാല്യൂസ് തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു സംഭവം പക്കയായിട്ട് വരും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് മാച്ച് ആവുമെന്ന് തോന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയ രീതിക്കുള്ള മാറ്റങ്ങൾ കാര്യങ്ങൾ, അതായത് മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ കാര്യങ്ങൾ വരുത്തി നോക്കുക. ആൻഡ് ഏതാണോ നിങ്ങളുടെ കയ്യിൽ മാച്ച് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ് അപ്പം അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ, അതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാണുന്നുണ്ടെങ്കിൽ മൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഒരു ക്ലിപ്പ് പോലെ തന്നെ ആയിരിക്കില്ല നിങ്ങളുടെ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് കൊടുത്ത് വയ്ക്കുക. നമ്മളിപ്പോൾ ഒരു കീ ഫ്രെയിം കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ പുറത്തോട്ട് വലിച്ചിട്ട് സോ കീ ഫ്രെയിം വരുന്നതനുസരിച്ച് ജസ്റ്റ് ഈ ഒരു രീതിക്കായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങൾ വരുന്നത്. സോ അത് ജസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. സോ കറക്റ്റായിട്ട് ഈ ഒരു രീതിക്കായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങൾ വീഡിയോൻ്റെ ഉള്ളിലോട്ട് വരുന്നത്. ഓക്കെ, അതായത് സ്ലൈഡിങ് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ കൈൻമാസ്റ്ററിലൊക്കെ നിങ്ങൾക്ക് അറിയാം സ്ലൈഡിങ് എഫക്റ്റ് കൊടുക്കുന്നത്, അനിമേഷൻ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു സംഭവം കാലം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അത് കറക്റ്റായിട്ട് കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെയാണ് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ക്ലിപ്പിനും ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിങ് എഫക്റ്റ് കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാവുന്നതാണ്. സോ ജസ്റ്റ് പോപ്പ് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. സോ പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ റെക്കോർഡ് ഞാനല്ല, കാരണം എനിക്ക് ഈ ഒരു സംഭവം ഓൺലൈൻ മോഷൻ എന്ന് പറയുന്ന APK എനിക്ക് അധികം അങ്ങോട്ട് അറിഞ്ഞുള്ളൂ. ചെറിയ ബേസിക് എഡിറ്റ് മാത്രമാണ് എനിക്ക് ഓൺലൈൻ മോഷനിൽ അറിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പയ്യനാണ് ചെയ്തിട്ടുള്ളത്. സോ പുള്ളിയുടെ നെയിം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിനുശേഷം ജസ്റ്റ് ഇവിടെ 369 എന്ന് പറയുന്ന ആ ഒരു വേർഡ് കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ
ഇത് നമ്മുടെ ആ ഒരു വൈറ്റ് 369 ആ ഒരു രീതിക്കാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെപ്പ് കാര്യങ്ങളും നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. സോ ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ആ ഒരു ഷാഡോ കാര്യങ്ങൾ ഓണാക്കി കൊടുത്തു. സോ ഷാഡോ ഓണാക്കി കൊടുത്തതിന് ശേഷം സൈസും ആൽഫൈസും കൺട്രോൾ ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനും കാര്യങ്ങൾ, ഇൻ ആനിമേഷൻ അല്ല, ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം ആനിമേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ആ ഒരു വേർഡിൻ്റെ വർക്ക് കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത്രയും ആഡ് ചെയ്യാവുന്നതാണ്. സോ അത് ജസ്റ്റ് ഈ ഒരു രീതിക്ക് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന വാല്യൂ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടും. സോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ക്ലിപ്പ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഈ ഒരു വാല്യൂസിന് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ ഈ ഒരു വൈറ്റിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കൊടുക്കാണ്ട് പോകുന്നത്. സോ ജസ്റ്റ് ഈ ഒരു രീതിക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മളവിടെ ജസ്റ്റ് ബാക്കിയുള്ള ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ, അതായത് ഫസ്റ്റ് ലെയർ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തു. സോ അതിന് ശേഷം ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് വരുന്ന രീതി, അതായത് സ്ലൈഡ് ചെയ്ത് നമ്മുടെ ആ ഒരു വൈറ്റിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു സംഭവം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അത് കറക്റ്റായിട്ട് ചെയ്യുക. ആൻഡ് അത് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു രീതിക്ക് നമ്മുടെ വൈറ്റിൻ്റെ മുകളിലായിട്ട് നമ്മുടെ 369 എന്ന് പറഞ്ഞ നമ്പർ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു. സോ ഈ ഒരു വാല്യൂ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഇതിലോട്ട് ആക്കുക. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു സംഭവം കാര്യങ്ങൾ വരുന്നത്. സോ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ, അതായത് നമ്മൾ 369 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കാര്യങ്ങൾ മുകളിൽ മാത്രം വന്ന് നിൽക്കാതെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാനായിട്ടുള്ള ആനിമേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മളിപ്പം ജസ്റ്റ് അതുപോലത്തെ ഒരു ചെറിയൊരു ആനിമേഷൻ കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, സോ നമ്മളൊരു കീ ഫ്രെയിം കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു കീ ഫ്രെയിം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ സ്റ്റെപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതായത് ഓപ്ഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. സോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് കാര്യങ്ങൾ ജസ്റ്റ് ചെയ്യുക. സോ കീ ഫ്രെയിം ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. സോ അതിന് ശേഷം നമ്മുടെ ആ ഒരു എൻഡ് പോർഷൻ, ഓൾമോസ്റ്റ് എൻഡ് പോർഷൻ അല്ല, കുറച്ചും കൂടെ നീക്കിയതിന് ശേഷം വേറെ കീ ഫ്രെയിം കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് സോ അതിന് ശേഷം ജസ്റ്റ് ഈ ഒരു രീതിക്ക് താഴത്തോട്ട് ആക്കുകയാണ്. ഓക്കെ, സോ അതായത് നമ്മുടെ ടെക്സ്റ്റ് മുകളിൽ വന്ന് അവിടെ നിന്ന് താഴത്തെ ആ ഒരു ബോട്ടമിൽ വന്ന് പിന്നെ ലാസ്റ്റത്തെ ആ ഒരു ഭാഗത്തോട്ട് പോവുകയാണ്, അതായത് ഔട്ട് ആനിമേഷൻ അടിച്ച് പോവുകയാണ്. സോ ജസ്റ്റ് ആ രീതിക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംഭവം കാലം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ജസ്റ്റ് ആ ഒരു രീതിക്കാണ് നമ്മളിപ്പം ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ അത്രയും ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് കാര്യങ്ങൾ സെറ്റാക്കി വെക്കുക. സോ ഈ രീതിക്ക് നമ്മുടെ ആ ഒരു ലൈൻ കാര്യങ്ങൾ സെറ്റാക്കി വെക്കുക. സോ അത്ര സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു സംഭവം കാര്യങ്ങൾ സെറ്റായിട്ടുണ്ടാവും. സോ ഇങ്ങനെയായിരിക്കും നിങ്ങൾ കാണാനായിട്ട് വിടുന്നത്. ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ക്യാരക്ടറിൻ്റെ ടെക്സ്റ്റ് ആനിമേഷൻ കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് പ്രിവ്യൂ വെച്ച് കാണിച്ച് തരാം. സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ പ്രിവ്യൂ കാര്യങ്ങൾ വരുന്നത്. സോ കറക്റ്റായിട്ട് ഈ ഒരു രീതിക്കായിരിക്കും നമ്മുടെ ഈ ഒരു സംഭവം കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതിനകത്ത് കുറച്ചും കൂടെ മാറ്റങ്ങൾ കാര്യം നമുക്ക് വരുത്താനുണ്ട്. സോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന വാല്യൂസ് വെച്ച് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പക്കയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാല്യൂ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ എങ്ങനെയാണോ ആ ഒരു രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഒഫീഷ്യലി അല്ല, ഈ ഒരു സംഭവം കാര്യങ്ങൾ മേക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. സോ വോയിസ് ഓവർ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നമ്മുടെ ഇവിടെ ടിൽറ്റ് കാര്യങ്ങൾ കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ ഫസ്റ്റ് കൊടുത്ത പോലെ തന്നെ ആ ഒരു ടിൽറ്റ് കാര്യങ്ങൾ കൊടുത്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. സോ ഇത് നമ്മുടെ സെക്കൻഡ് ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ സെക്കൻഡ് ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം കാര്യങ്ങൾ കൊടുക്കുന്നത്. സോ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ സെയിം ആയിട്ടുള്ള സ്റ്റെപ്സ് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവം കാര്യം സെറ്റായിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ സെക്കൻഡ് പാർട്ടിൽ കുറച്ചും കൂടെ വേരിയേഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ട്രാൻസിഷൻസ് എഫക്ട്സ് മാറി വരുന്നുണ്ട്. സോ ആ രീതിക്ക് അതിനകത്ത് ഉണ്ടാവും. സോ ഈ ഒരു 4 ക്യാരക്ടേഴ്സിന് നെയിം കൊടുക്കുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്, എന്നാലും ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ എന്തായാലും നമ്മുടെ വീഡിയോ അടുത്തായിട്ട് സെക്കൻഡ് പാർട്ട് കാര്യങ്ങൾ വരുന്നുണ്ടാവും. സോ ജസ്റ്റ് അതിന് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. സോ ഫ്രീ ഫയർ കാണുന്നവർ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.